നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിഷമത്തിനെല്ലാം കാരണം ഈ ശാപം പിടിച്ചവൾ ഒറ്റ ഒരുത്തിയ. ഈ വിഷപ്പാമ്പിനെ കൊണ്ട് നന്ദിനി ചെമ്പകമംഗലത്തേക്ക് വന്നപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ വലിയ അക്ഷരത്തിൽ കുറിച്ചിട്ടതാ, ഇതൊരു മാരണമാവൂന്ന്. സാവിത്രി, പറയാനുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് സൗകര്യപൂർവ്വം പറയാം. ഇതൊരു ഹോസ്പിറ്റലല്ലേ. പറയാനുള്ളത് എപ്പോഴായാലും ഞാൻ പറയും. എന്റെ മനസ്സിന്റെ കൺട്രോൾ പോയി നിൽക്കുക ഞാൻ. സാവിത്രി, എന്താ അനന്തരവളെ ന്യായീകരിക്കാൻ വന്നിരിക്കാണോ രാമേട്ടൻ? ന്യായീകരിക്കുന്നൊക്കെ നിർത്തി. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. അതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടത്തുമില്ല. എന്റെ മകന്റെ ജീവിതം ഈ നശിച്ചവള് കാരണം പോയത്. ഇവനെ ഇനി സമൂഹം അംഗീകരിക്കോ? പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഇവന് വല്ല വിലയുണ്ടാവോ? ഇവന്റെ സബോർഡിനേറ്റ്സിന്റെ മുഖത്ത് ഇവൻ ഇനി എങ്ങനെ നോക്കും? ഇവനെ എല്ലാരും കൂടെ കളിയാക്കില്ലേ? മുറച്ചെറുക്കന്റെ ഭാര്യയാവാൻ മുറപ്പെണ്ണിന്റെ ഒരു മോഹം. അതിന് കാണിച്ച തന്ത്രം. 4 പേരെ അറിഞ്ഞ് കല്യാണം കഴിച്ച് അവന്റെ ഭാര്യയെ പറഞ്ഞ് തിരിപ്പിച്ച് ഒരു മരപ്പൊട്ടന്റെ കൂടെ പറഞ്ഞയച്ചിരിക്കുന്നു. ഇതിൽ പല ഒരു ദ്രോഹം വേറെ വല്ലതും ഉണ്ടോ? ഇവള് കരുതി കൂട്ടി ചെമ്പകമംഗലത്ത് നടന്നത് ഇതിനായിരുന്നു അല്ലേടി ദ്രോഹി? നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് 2 കാരണത്തിനാ. ഒന്ന്, ഇതൊരു ഹോസ്പിറ്റല്. 2, എന്റെ മുത്തശ്ശി അകത്ത് സുഖമില്ലാതെ കിടക്കുക. ഓ, മുത്തശ്ശിയോട് സ്നേഹമുള്ളൊരു പേരക്കുട്ടി. മുത്തച്ഛന്റെ മുത്തശ്ശിയുടെയും വാത്സല്യ ഭാജനം. ഇവരുടെ 2 പേരുടെയും പട്ടടയ്ക്ക് തീ കൊളുത്തിയിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ. അതെനിക്കറിയാം. എന്തോ കരുതി കൂട്ടി നിൽക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ ചെമ്പകമംഗലത്തേക്ക് വന്ന നാള് മുതൽ നിങ്ങൾ എന്നെ ശത്രുവായി മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്റെ അമ്മാവനോട് തുറന്നു പറയുന്നു, ആ വൈശാഖ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അവനും മൈഥിലി ചേച്ചിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ലായിരുന്നു. സത്യം. നിന്റെ മുത്തശ്ശി എൻഗേജ്മെന്റ് നടത്തുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് നീ ഒരല്പം കൂടി ക്ഷമിക്കണം, സഹകരിക്കണം. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്തായാലും എൻഗേജ്മെന്റ് വരെ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് അവളുമായിട്ട് ഒളിച്ചോടണമെങ്കിൽ കുറച്ച് പണം കൂടിയേ പറ്റൂ. അതിന് വീട്ടുകാർ കനിയണം. അവരെന്നോട് കനിയണമെങ്കിൽ ഞാൻ മറ്റൊരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവർക്ക് തീർത്തും വിശ്വാസമാവണം. അതുവരെ നീ എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. അവസാന നിമിഷം വരെ അവനുമായി ഒളിച്ചോടാൻ പോകുന്ന പെണ്ണ് മൈഥിലി ചേച്ചിയാണെന്ന സത്യം എനിക്കറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തെ മാനം കെടുത്തു. എന്റെ അമ്മാവന്റെ മകനായ ACP ഞാൻ സാധിക്കോ? ഞാൻ അവൻ വിരിച്ച വലയിൽ വീണു പോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ പണത്തിനു വേണ്ടി ഒരുപക്ഷെ എന്നെയും ചതിക്കുമായിരുന്നു. എന്റെ കഴുത്തിലേക്ക് അവന്റെ താലി വീഴാതിരിക്കാൻ വേണ്ടി
ശ്രദ്ധ അവിടെയാ. ഈ തക്കത്തിൽ നമുക്ക് മറ്റേ പ്ലാൻ നടത്തിയാലോ? ആ കറക്റ്റ്. ഞാനും അത് തന്നെ വിചാരിക്കുന്നത്. പണം ഇരിക്കുന്ന സ്ഥലം അറിയാലോ. ആ ഒരു കാട്ടുകള്ളനെയാണല്ലോ കുടുംബത്തിൽ കയറ്റി ഇത്രയും നാളും താമസിപ്പിച്ചത്. നമ്മളൊക്കെ എത്ര ശുദ്ധഗതിക്കാരാ. കരയാതെ മോളെ, നീ തെറ്റുകാരിയല്ലെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പതേ നിന്റെ മുത്തശ്ശിയുടെ സംശയം മാറിയല്ലോ. മോളിങ് വാ. മോള് വിഷമിക്കാതെ. നിന്നെ ഞങ്ങൾക്കറിയില്ലേ. എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്റെ മോള് കരയാതെ. ഇപ്പൊ നിനക്ക് കരയേണ്ടി വന്നു. അത് കള്ളത്തരം അറിയാഞ്ഞിട്ട്. ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോകുന്നത് മനസ്സിന് നന്മയുള്ളവരാ. ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അറിയാത്തവർ. എന്റെ മോള് കരയണ്ട. മുത്തശ്ശി. എന്റെ മോക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. ഒട്ടും വിഷമിക്കണ്ട. അകത്ത് അടുത്ത പാരയ്ക്കുള്ള ഡിസ്കഷൻ ആയിരിക്കും. എന്തോ ആവട്ടെ, അമ്മയ്ക്ക് ബോധം തെളിഞ്ഞല്ലോ. അത്രയും ആശ്വാസം. ദേ വന്നു. അമ്മയ്ക്ക് കിട്ടിയ ബോധം ഇപ്പൊ പോവും. അമ്മയുടെ ജീവൻ എടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന യമകാലനെ അങ്ങേര്. സാവിത്രി, എന്തൊക്കെയാണേലും നീ ഇങ്ങനൊന്നും പറയരുത്. നിന്റെ കൂടെ പിറപ്പാ ജയറാം. ഓ, ഇങ്ങനെയുള്ള കൂടപ്പിറപ്പ് ഇല്ലാതിരിക്കുക ഭേദം. ഓ, ആ കഥ ഞാൻ മറന്നുപോയി. നിങ്ങളുടെ പഴയ അളിയനാണല്ലോ ഇദ്ദേഹം, മാധുരിയുടെ ഭർത്താവ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.